ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരുള്ളിലേക്ക് സ്വാഗതം. നാളെയാണ് നമ്മുടെ മാത്സിൻ്റെ എക്സാം. എല്ലാവരും പരീക്ഷ വേണ്ടി പ്രിപ്പയർ ചെയ്യായിരിക്കും അല്ലേ? അത് നമ്മൾ കുറേ വർഷം കൊണ്ട് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു ക്ലോക്ക് വന്നിട്ട് ആ ക്ലോക്ക് പൂരിപ്പിക്കുക, അല്ലെങ്കിൽ ആ ക്ലോക്കിനകത്ത് വരച്ച് ചേർക്കണം, അല്ലെങ്കിൽ ആ ക്ലോക്കിനകത്ത് ഒരു സമയം തന്നിട്ട് അത് എഴുതാനും പറയും. രണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നമ്മൾ ആദ്യം നോക്കുന്നത് ഞാനിപ്പോൾ സമയം തരാം, ആ സമയം വെച്ച് നമ്മൾ എഴുതുക. ഞാൻ ഫസ്റ്റ് വന്നിരിക്കുന്നത് 2:30. ഒന്ന് വായിച്ചിട്ട് ഒന്നുകൂടെ എഴുതാം. എന്താണ് സമയം? എഴുതാണ് 2:30. 2:30. അപ്പോൾ നമ്മുടെ ഈ ക്ലോക്കിൽ വരച്ചേക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം നമ്മുടെ 2 എന്ന സൂചി നമ്മളിപ്പം നേരെ അങ്ങ് വരയ്ക്കുകയാണ്. ഇപ്പം 2 നമ്മൾ നേരെ ഇപ്പം അങ്ങനെ വരത്തില്ല. കാര്യം എന്ന് വെച്ചാൽ 30 മിനിറ്റ് അധികമായി. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. അതിൻ്റെ പകുതിയാകുമ്പം അതിൽ ഇച്ചിരി നീങ്ങുമല്ലോ. അതുകൊണ്ട് 2നും 3നും നേരെ നടുക്കാണ് വരിക. 2നും 3നും നടുക്കാണ് ഈ അവർ ഹാൻഡ് വരിക. 2നും 3നും നടുക്കായിരിക്കും വരിക. പിന്നെ ഈ 30 അതും മിനിറ്റ് ഹാൻഡാണ് അല്ലേ? അത് നേരെ 6ൻ്റെ അടുത്തോട്ട് വരും. 6ന് നേരെ തന്നെ അത് വരത്തുള്ളൂ. കാരണം വെച്ചാൽ കറക്റ്റ് 30 അല്ലേ? 31, 32 ആണെങ്കിൽ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മാറും. പക്ഷെ ഇത് കറക്റ്റ് 30ആണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വരച്ചിരിക്കുന്നത്. ഇപ്പം തിരിച്ചാണെങ്കിൽ ചോദിക്കുന്നെങ്കിൽ ഇത് തിരിച്ചും വേണം ചോദിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നാൽ ഇപ്പം ഞാൻ ഇവിടെ സമയം തന്നു. വരച്ചപ്പോൾ തെറ്റിയാണേ. നമ്മളിത് എത്രയാണ്? എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അത് പല ഉത്തരം വരാം. പക്ഷേ ഇന്നത്തെ ഒരു ഇതായിട്ടുള്ള ഉത്തരം എന്താണ്? ഇങ്ങനെ 9ന് നേരെ ഒന്ന് വരച്ചിട്ടുണ്ട്. അപ്പം എത്രയാണ്? മണിക്കൂർ 9 ആയിരിക്കാം അല്ലേ? ഇപ്പം 9 മണിയായിരിക്കും. പിന്നെ അതിനകത്ത് മിനിറ്റ് ഹാൻഡ് 4 കഴിഞ്ഞ് ഒരു ഇച്ചിരി കഴിഞ്ഞ് ഒരു പൊടി 4 കഴിഞ്ഞിട്ട് തൊട്ടിപ്പുറത്ത് വന്ന്. അപ്പം 9:21 വരാം അല്ലേ? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് വായിച്ചാലേ 9:21 ഇപ്പം എങ്ങനെ വരാം? ഇപ്പം നമുക്ക് ഇപ്പോൾ നേരെ ഒരു വര വന്നിട്ട് ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യയുടെ നേരെ ഇത് വരാം. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ചോദിക്കാം. ഇത് 100% ഉറപ്പായിട്ടുള്ള ചോദ്യമാണ്. ഇത് നിങ്ങളെ പഠിച്ചെങ്കിൽ 3 സ്റ്റാർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണേ. ഞാൻ 3 സ്റ്റാർ വരിക.